എല്ലാവർക്കും നമസ്കാരം. പ്രസവരക്ഷയ്ക്ക് വേണ്ടതായ പ്രത്യേക ആഹാരങ്ങൾ തയ്യാറാക്കുന്നത് എങ്ങനെ എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ വീഡിയോ കണ്ട് വളരെയധികം പേര് അതിൽ പറഞ്ഞ ആഹാരങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, കഴിക്കേണ്ട വിധം എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ചെയ്യുക. ഇതിൽ വളരെ സാധാരണയായിട്ട് ഉപയോഗിച്ചു വരുന്ന 5 ആഹാരങ്ങളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. 1 പഞ്ചകോലക്കഞ്ഞി, 2 കൂർക്കിലക്കഞ്ഞി, 3 ഉള്ളിച്ചോറ്, 4 ചുക്കും ചക്കരയും, 5 ഉലുവ ചേർന്ന വിഭവങ്ങൾ. നമ്മുടെ ആദ്യത്തെ റെസിപ്പിയാണ് പഞ്ചകോലക്കഞ്ഞി. പഞ്ചകോലം എന്ന് വെച്ചാൽ തിപ്പലി, കാട്ടുതിപ്പലി വേര്, കാട്ടുമുളകൻ വേര്, ശുദ്ധി ചെയ്ത കൊടുവേലിക്കിഴങ്ങ്, ചുക്ക് എന്നിവ ഉൾപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ്. പഞ്ചകോലം ദഹനശക്തി വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ്. പല മരുന്നുകളിലും ഈ 5 മരുന്നുകൾ അടങ്ങുന്ന കൂട്ട് ഉപയോഗിക്കാറുണ്ട്. പ്രസവരക്ഷയിൽ എല്ലാ ആയുർവേദ ഗ്രന്ഥങ്ങളിലും പഞ്ചകോലത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. പഞ്ചകോല ചൂർണം എന്നുള്ള പേരിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. അത് കഞ്ഞിയിൽ ചേർത്ത് കഴിക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ മരുന്നുകൾ കൊത്തി നുറുക്കി ചതച്ച ശേഷം കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിൽ കിഴി കെട്ടിയിട്ടിട്ട് വേവിച്ച് ഉപയോഗിക്കാം. പ്രസവിച്ച ഉടനെ 7 ദിവസം വരെ ഈ കഞ്ഞി കുടിക്കാവുന്നതാണ്. അടുത്തത് കൂർക്കിലക്കഞ്ഞി. എൻ്റെ വീട്ടിൽ ഗൃഹവൈദ്യമായിട്ട് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണിത്. കന്നിക്കൂർക്കയുടെ ഇല അല്ലെങ്കിൽ പനിക്കൂർക്കില എന്നാണ് ചില ഭാഗങ്ങളിൽ ഇതിന് പറയാം. ഇതാണ് ഇതിലെ പ്രധാന ചേരുവ. 3-4 പനിക്കൂർക്കയില, ജീരകം, കുരുമുളക്, മല്ലി ഇവയെല്ലാം കൂടി ചതച്ച് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് വേവിക്കുന്നു. കന്നിക്കൂർക്കയുടെ ഇല ചതയ്ക്കണം എന്നില്ല. ചതച്ച് കഴിഞ്ഞാൽ കഞ്ഞി കൊഴുക്കാൻ സാധ്യതയുണ്ട്. പ്രസവാനന്തരം ഗർഭാശയത്തിൽ പ്ലാസൻ്റയുടെ അല്ലെങ്കിൽ മറുപിള്ളയുടെ ഭാഗങ്ങൾ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം പുറത്ത് കളഞ്ഞ് ഗർഭാശയം ശുദ്ധമാക്കി വയറ് ചുങ്ങാൻ ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇത് അനുഭവത്തിലും വളരെ ഗുണമുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രസവിച്ച ഉടൻ 4 ദിവസം മുതൽ 7 ദിവസം വരെ ഈ കഞ്ഞി കുടിക്കാം. അടുത്തത് ഉള്ളിച്ചോറ്. ഇതിൽ ചെറിയ ചുവന്നുള്ളി, വെളുത്തുള്ളി ഇവ നെയ്യിലോ നല്ലെണ്ണയിലോ മൂപ്പിച്ച ശേഷം ചോറ് അതിൽ യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് കഴിക്കാം. പ്രസവിച്ച് ഒരാഴ്ച കഴിഞ്ഞ് ഇത് കഴിച്ചു തുടങ്ങണം. വായുവിനെ നേരെയാക്കിയിട്ട് ധാതുക്കൾക്ക് പുഷ്ടി ഉണ്ടാവാൻ സഹായിക്കുന്നതാണ് ഈ ഊണ്. 28 ദിവസം വരെ ഇത് നമുക്ക് കഴിക്കാം. മുലപ്പാൽ ഉണ്ടാവാനും ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. വെളുത്തുള്ളി കഴിക്കാത്തവരോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരോ ഉണ്ടെങ്കിൽ ചുവന്നുള്ളി മാത്രമായിട്ടും ഈ ചോറിൽ കൂട്ടി കഴിക്കാം. മറ്റൊരു ആഹാരമാണ് ചുക്കും ചക്കരയും. ഇതിൽ ചുക്കുപൊടി, ജീരകപ്പൊടി, പനഞ്ചക്കര എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് 3ഉം സമമായിട്ട് എടുത്ത് പൊടിച്ച് യോജിപ്പിച്ച് ഒരു 2-3 തവണ ദിവസവും കഴിക്കാം. ചുക്ക്, ജീരകം ഇവയൊക്കെ വായുവിനെ നേരെയാക്കാനും ദഹനത്തിന് വളരെ ഗുണം ചെയ്യുന്നതൊക്കെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിൻ്റെ കൂടെ പനഞ്ചക്കരയും കൂടി ചേർക്കുമ്പോൾ ശരീരത്തിലെ വാട്ടർ റിട്ടൻഷൻ, അതായത് ഗർഭകാലത്ത് ഉണ്ടായിട്ടുള്ള ദുർനീര് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതായത് ശരീരത്തിലുള്ള ആ നീരൊക്കെ പറ്റി ശരീരം മെലിയാൻ ഇത് വളരെയധികം ഗുണം ചെയ്യും. രക്തശുദ്ധിക്ക് വളരെ നല്ലതാണ് ഈ പനഞ്ചക്കര. വളരെ പോഷക ഗുണങ്ങളുള്ള ഒരു ദ്രവ്യമാണിത്. ശരീരത്തിന് ഉണർവും ഉന്മേഷവും നൽകാൻ ഇത് സഹായിക്കുന്നു. ഫെനുഗ്രീക്ക് സീഡ്സ് എന്ന ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഉലുവ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ദ്രവ്യമാണ്. പ്രസവരക്ഷയിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് ഇതിൻ്റെ ഉപയോഗം. കാരണം മുലപ്പാൽ വർദ്ധിക്കാനും പ്രസവാനന്തരമുള്ള ശാരീരിക നില പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരുവാനും ഇതിനുള്ള പങ്ക് ചെറുതല്ല. കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും പ്രസവരക്ഷയ്ക്കായിട്ട് ഇത് ധാരാളം ഉപയോഗത്തിലുണ്ട്. ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നത് കൊണ്ട് ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഉള്ള സ്ത്രീകൾക്കും വളരെ ഗുണം ചെയ്യുന്നതാണ്. അത്തരക്കാർ ശർക്കര ഇല്ലാത്ത വിഭവങ്ങൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രസവശേഷം തണ്ടെല്ലിൻ്റെ ആരോഗ്യത്തിന് ഇതിൻ്റെ ഉപയോഗം വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് പഴമക്കാർ പറയാറുണ്ട്. ഉലുവ വിഭവങ്ങളിൽ ആദ്യത്തേതാണ് ഉലുവ ഉണ്ട. അത് 2 രീതിയിൽ ഉണ്ടാക്കാം. ആദ്യത്തെ രീതിയിൽ ഉലുവപ്പൊടി അതിൻ്റെ പകുതി അരിപ്പൊടിയും കൂട്ടിയിട്ട് ശർക്കരയും ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് മർദ്ദിച്ച് ഉണ്ടകളാക്കി ഉപയോഗിക്കുന്ന രീതിയാണ്. ഈ ഒരു രീതിയിലാകുമ്പോൾ ഉലുവയുടെ അളവ്
കുറച്ച് കുറയും എന്നുള്ളതിനാൽ ഇനി പറയുന്ന രീതിയാണ് ഈ പ്രസവരക്ഷയ്ക്കായിട്ട് കൂടുതൽ നല്ലത്. രണ്ടാമത്തെ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ വേണ്ട സാധനങ്ങൾ: ഉലുവ വറുത്ത പൊടി 1 കിലോ, ഉണ്ട ശർക്കര 1 കിലോ, ചുക്കുപൊടി 50 ഗ്രാം എന്നിവയാണ്. വറുത്ത് പൊടിച്ച ഉലുവ നെയ്യിൽ മൂപ്പിച്ചിട്ട് നല്ല മണം വരുമ്പോൾ അതിൽ ചുക്കുപൊടി ചേർത്ത് യോജിപ്പിക്കണം. എന്നിട്ട് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് അതിൽ ശർക്കര ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ മർദ്ദിച്ച ശേഷം ഉണ്ടകളാക്കി എടുത്തു വയ്ക്കാം. ഈ ഉണ്ടകൾ ദിവസവും 2-3 എണ്ണം വീതം കഴിക്കാം. മൂന്നാമത്തെ രീതിയിൽ നമുക്ക് ഉലുവ പായസം പോലെ ആക്കിയിട്ട് കഴിക്കാം. ഉലുവ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തണം. അത് പിറ്റേ ദിവസം എടുത്ത് ശർക്കരയും നെയ്യും കൂടി ചേർത്ത് വേവിച്ച് കഴിക്കാം. പായസം പോലെ ഇരിക്കും അത്. ദിവസവും രാത്രി ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ദഹനത്തിന് വളരെ ഒരു സുഖം കിട്ടും. മലശോധന നന്നായിട്ടുണ്ടാവും. കഴിക്കാൻ ഏറ്റവും സ്വാദുള്ള ഒരു രീതിയാണ് ഈ ഉലുവ പായസം. മറ്റു ചിലർ ഇതിനെ ഉലുവ കഞ്ഞിയാക്കിയിട്ട് കഴിക്കുന്ന പതിവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് ഈ ശർക്കര ഒഴിവാക്കിയിട്ട് ഉലുവ കഞ്ഞിയാക്കിയിട്ട് ഉപയോഗിക്കാം. അതിൽ ഉലുവയും ശതകുപ്പിയും ചേർക്കാറുണ്ട്. ഒന്നുകിൽ ഉലുവ പൊടിച്ച് ചേർക്കാം, ശതകുപ്പിയും അതുപോലെ പൊടിച്ച് ചേർക്കാം. അതല്ലെങ്കിൽ ഉലുവ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിയിട്ട് പായസത്തിൽ ഉപയോഗിക്കുന്നത് പോലെ അരിയുടെ കൂടെ ഇട്ട് വേവിച്ച് കഞ്ഞിയാക്കിയിട്ട് ഉപയോഗിക്കാം. ഉലുവയുടെ ഉപയോഗം സാധാരണ പ്രസവിച്ച് 15 ദിവസത്തിന് ശേഷം അതല്ലെങ്കിൽ 28 ദിവസത്തിന് ശേഷമാണ് പതിവുള്ളത്. അതായത് ദഹനശക്തിയൊക്കെ വീണ്ടെടുത്തതിന് ശേഷം വേണം ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ. ഇത്രയാണ് പ്രസവരക്ഷയിൽ വരുന്ന പ്രധാനപ്പെട്ട ആഹാരങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനായി ഷെയർ ചെയ്യുക. ഇനി വരുന്ന വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.